അയ്യ വണക്കം. നസറുള്ള എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ അതിഭീകരനായിട്ടുള്ള സാധനം, അതിഭീകരനായിട്ടുള്ള നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം ആരായിരിക്കും ഹിസ്ബുള്ളയുടെ തലവനായിട്ട് വരിക എന്നുള്ള ചോദ്യം വലിയ രീതിയിൽ ഉയർന്നിരുന്നു. ഹിസ്ബുള്ളയുടെ തലവൻ ആരായിട്ട് വന്നാലും ഇറാനുമായിട്ട് നല്ല ടൈപ്പുള്ള ഒരാളായിരിക്കണം ഹിസ്ബുള്ളയുടെ തലവനായിട്ട് വരേണ്ടത് എന്ന് എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമായിരുന്നു. കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ ഒരു പ്രോക്സി സംഘടനയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ട് നല്ല ടൈപ്പുള്ള ഒരാളാണ് ഹിസ്ബുള്ളയുടെ തലവനായിട്ട് പിന്നീട് വന്നത്. ആ ഹിസ്ബുള്ളയുടെ തലവന്റെ പേരാണ് ഹാഷിം സഫുദ്ദീൻ. ഈ ഹാഷിം സഫുദ്ദീൻ എന്ന് പറയുന്ന ആള് ഇവന്മാരൊരു തലപ്പാവ് എടുത്ത് തലയിലോട്ട് വെക്കും. ഈ തലപ്പാവ് എടുത്ത് തലയിലോട്ട് വെക്കുമ്പോഴാണ് ഇവന്മാർ ഈ കിരീടമൊക്കെ വെച്ച് നമ്മൾ അവരോധിതനാക്കില്ലേ, അതുപോലെ അവരോധിതനാക്കുന്നത് പോലെയാണ് ഇവന്മാർ തലപ്പാവൊക്കെ വെച്ചിട്ട് നമ്മുടെ ഹിസ്ബുള്ളയുടെ പുതിയ സംഘ തലവനായിട്ട് ഞാൻ അവരോധിതനാകുന്നു എന്നൊക്കെ പറഞ്ഞ് സെറ്റപ്പായിട്ട് അധികാരമേൽക്കുന്നത്. അങ്ങനെ അധികാരമേറ്റു കഴിഞ്ഞ ശേഷം ഹിസ്ബുള്ളയുടെ തന്നെ അണികൾ ഇയാളെ വിളിച്ചിരുന്നത് രക്തദാഹിയാണ്, കൊതിയനാണ് ഇയാൾ എന്നൊക്കെയാണ് ഇയാളെ വിളിച്ചിരുന്നത്. പോരാത്തതിന് മിഡിൽ ഈസ്റ്റ് മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും എല്ലാം ഇയാളുടെ ക്രൂരതയെക്കുറിച്ച് വാതോരാതെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം നസറുള്ള എന്ന് പറയുന്നത് ഒരു നേതാവായിരുന്നുവെങ്കിൽ, അതായത് അടിക്കാനോ ഇടിക്കാനോ ഒന്നും അറിയത്തില്ല, കാര്യങ്ങൾ ഓർഡർ ചെയ്യും. നമ്മളെ ജയിലറിലെ രജനീകാന്തിനെ പോലെ. രജനീകാന്ത് ചുമ്മാ എങ്ങനെ ഇരിക്കുകയുള്ളൂ, വെടിയുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ പാഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇയാൾ അങ്ങനെയല്ല. അതായത് സഫുദ്ദീൻ അങ്ങനെയുള്ള ഒരു നേതാവല്ല. സഫുദ്ദീൻ എന്ന് പറയുന്നത് ഇറങ്ങും, ബാറ്റിൽ ഫീൽഡിലോട്ട് ഇറങ്ങി സഫുദ്ദീൻ കാര്യങ്ങൾ നടത്തി കാണിച്ചു കൊടുക്കും. സഫുദ്ദീന്റെ കൈക്കരുത്തിന് മുന്നിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യവും കൂടെ ചേരുമ്പോൾ ഇസ്രായേൽ ചാരമാകും എന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരുന്നത്. പോരാത്തതിന് നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങളും സഫുദ്ദീന്റെ രക്തദാഹത്തെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ രക്തദാഹിയും രക്തകൊതിയനും എന്തിനു പറയുന്നു, ഇസ്രായേലിനെ കിടുകിട വിറപ്പിക്കാൻ പോകുന്ന സഫുദ്ദീൻ എന്ന് പറയുന്ന ഈ നേതാവിനെ കഴിഞ്ഞ ദിവസം തട്ടിക്കളഞ്ഞു. സത്യമായിട്ടും ഇസ്രായേലിനെ തട്ടിക്കളഞ്ഞു. ഇസ്രായേൽ അവന് പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്നത് പോലെ തൂക്കിയെടുത്തിട്ട് യമന്റെ അണ്ടം വലിച്ച് കീറി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അതിന്റെ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. നമുക്കറിയാം നസറുള്ള കൊല്ലപ്പെട്ടപ്പോഴും ആ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. നസറുള്ള ഇരുന്ന ബങ്കറിനകത്ത് ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് പറയുന്ന ബോംബിട്ടു. ആ ബോംബിട്ടിട്ട് നസറുള്ളയുടെ ശരീരം ചിന്നിച്ചിതറിപ്പോയി കാണും, പല്ലും നഖവും പോലും കിട്ടില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നസറുള്ള ആ ബോംബ് വരുന്നത് കണ്ടപ്പോൾ തന്നെ മരണത്തിന് അങ്ങ് കീഴടങ്ങി കൊടുത്തു. അപ്പൊ തന്നെ അങ്ങേർക്ക് ബ്ലഡ് ട്രോമ വന്നു എന്നാണ് പറയുന്നത്. അതായത് ബോംബ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ പേടിച്ചുപോയി. അങ്ങനെ പേടിച്ച് അവൻ മരണത്തിന് കീഴടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സുരാജ് പറയുന്നത് പോലെ കൊതുകടി കൊള്ളാതിരിക്കാൻ അമ്മായിയുടെ വീട്ടിൽ പോയതാണ്, അവിടെ പോത്ത് കുത്തി ചത്തു എന്ന് പറയുന്നത് പോലെ കൊതുകിന് ഭയന്ന് പോത്തിന് ജീവൻ സമർപ്പിച്ച ആ മഹാനെ ഒന്ന് കണ്ടോളൂ എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത എഴുതി ഹിസ്ബുള്ളയ്ക്ക് അതിഭീകരമായിട്ടുള്ള നാണക്കേടുണ്ടായി. ആ നാണക്കേട് ഓവർകം ചെയ്യാനാണ് രക്തദാഹിയും രക്തകൊതിയനുമായിട്ടുള്ള സഫുദ്ദീനെ അവന്മാര് കൊണ്ടുവന്നത്. സഫുദ്ദീൻ ആണെങ്കിൽ തലപ്പാവൊക്കെ വെച്ച് കിരീടമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇറാനുമായിട്ട് നല്ല ടൈപ്പാണ്, അതായത് ടെഹ്റാനുമായിട്ട് നല്ല ബന്ധമാണ് സഫുദ്ദീൻ. സഫുദ്ദീൻ നേരത്തെ ചത്തുപോയില്ലേ, ഖാസിം സുലൈമാനി എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് ഇറാന്റെ. ഖാസിം സുലൈമാനിയെ കൊന്നത് അമേരിക്കയാണ്. അമേരിക്ക ഖാസിം സുലൈമാനിയെ കൊന്നത് MQ-9 എന്ന് പറയുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചാണ്. സാധാരണ നാറ്റോ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ ഡ്രോണുകൾ കൊടുക്കാറുള്ളത്. ഈ ഡ്രോണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ വിഷയത്തിലേക്ക് ഇന്ന് വഴുതി മാറി പോകുന്നു എങ്കിലും ഈ ഡ്രോണിന്റെ പ്രത്യേകത പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഈ ഡ്രോണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കും ഈ ഡ്രോൺ എന്ന് പറയുമ്പോൾ ഇത്തിരി കാട്ട സാധനമായിരിക്കും. അല്ല, ഇതൊരു വിമാനത്തിന്റെ അത്രയുള്ള ഡ്രോണാണ്. ഈ ഡ്രോണിൽ നല്ല രീതിയിലുള്ള മിസൈലുകളൊക്കെ വഹിക്കാനുള്ള ശേഷിയുണ്ട്. പോരാത്തതിന് അന്തരീക്ഷത്തിൽ നിന്നും ഇത്ര അടി ഉയർന്ന് പറക്കാനുള്ള ശേഷിയുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റഡാറിന്റെ ആ ഒരു സെറ്റപ്പിൽ ഈ ഡ്രോൺ പെടൂല. ഈ ഡ്രോൺ വരുന്നുണ്ടെങ്കിൽ റഡാറിന് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന്റെയും റേഞ്ചിന് മുകളിലാണ് ഇത് പറക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ അമേരിക്കയുടെ ഈ ഡ്രോണുകൾ വന്ന് ഇവനെ തീർത്തിട്ട് പുഷ്പം പോലെ തിരിച്ചു വന്നു. ഈ ഡ്രോണ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പാകിസ്ഥാനെ നേരിടാൻ. പാകിസ്ഥാനിലുള്ള നമ്മുടെ സൈനികർ ഒരുപാട് പേര് ഇവിടെ വീരമൃത്യു വരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അതിന്റെ ആവശ്യമില്ല. ഈ ഡ്രോൺ അങ്ങോട്ട് പറത്തിവിടും, യോമാന്റെ ബങ്കറിലൊക്കെ പോയി ഇത് ബോംബ് ഇട്ടിട്ട് തിരിച്ചു വരും. അങ്ങനെയുള്ള സെറ്റപ്പിന് നമ്മൾ ഇന്ത്യയെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. എന്തായിരുന്നാലും ഖാസിം സുലൈമാനിയുമായിട്ട് നല്ല ടൈപ്പും നല്ല ബന്ധവുമുള്ള ഒരു വേട്ടാവളിയനായിരുന്നു ഈ സഫുദ്ദീൻ എന്ന് പറയുന്നത്. ഖാസിം സുലൈമാനിയുമായിട്ട് ചങ്കുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നസറുള്ള ചത്തിട്ട് ഒരാഴ്ച പോലും ആയില്ല. അതിനു മുമ്പേ രക്തദാഹിയും രക്തകൊതിയനുമായിട്ടുള്ള ഇവൻ എന്താണ് സഫുദ്ദീൻ മരണത്തിന് കീഴടങ്ങി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവനും ബങ്കറിൽ തന്നെ മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത്. പക്ഷെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് കൊന്നു കഴിഞ്ഞതിന് ശേഷം ഇവന്റെ പല്ലും നഖവും പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ബെയ്റൂട്ട് നഗരപ്രാന്തത്തില് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അതിന്റെ നേതാവ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടല്ലോ.
ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടപ്പോൾ ഹിസ്ബുള്ള അത് സ്ഥിരീകരിച്ചപ്പോൾ പിൻഗാമിയായിട്ട് ഈ വേട്ടാവളിയനാണ് വന്നത്. കാരണം വെള്ളിയാഴ്ചയാണ് 32 വർഷക്കാലമായിട്ട് ഹിസ്ബുള്ളയെ നയിച്ച നസറുള്ളയുടെ മരണം സംഭവിച്ചത്. അപ്പോഴാണ് പിൻഗാമിയായിട്ട് ഇയാളെ കൊണ്ടുവന്നത്. ഹാഷിൻ സഫദീൻ എന്നാണ് ഇയാളുടെ പേര്. നസറുള്ളയുടെ ബന്ധു കൂടെയാണ് ഇയാൾ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തലവനായിട്ട് ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായി ഇയാൾ പതുക്കെ അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1964 ഈ വേട്ടാവളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ചരിത്രത്തിലോട്ടൊക്കെ പോകേണ്ടി വരും. 1964 തെക്കൻ ലബനിലെ ടയർ ജില്ലയിലെ ദേർ കനൂൻ എൻ നഹർ പട്ടണത്തിലാണ് ഇയാൾ ജനിക്കുന്നത്. ഈ കറുത്ത തലപ്പാവൊക്കെ ധരിച്ച പുരോഹിതൻ എന്നാണ് ഇയാളെ കുറിച്ച് അറിയപ്പെടുന്നത്. 1982 ഗ്രൂപ്പ് സ്ഥാപിതമായത് മുതൽ ഹിസ്ബുള്ളയുടെ ഘടനയുടെ ഭാഗമായിട്ട് ഇയാൾ തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുരോഹിതനൊക്കെയാണ്. 1980കളിൽ സഫദീൻ ഇറാനിലെ കോമിലേക്ക് പോയി. ഗ്രൂപ്പിലെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തലപ്പത്തേക്ക് കോമിൽ നിന്ന് ബെയ്റൂട്ടിലേക്ക് ഇയാളെ വിളിപ്പിച്ചു. പിന്നെ 1994 മുതൽ നസറുള്ളയുടെ പിൻഗാമിയായിട്ട് ഇങ്ങനെ തീവ്രവാദം നടത്തി അങ്ങനെ നാട്ടുകാരെയൊക്കെ അടിച്ചമർത്തി ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പതിറ്റാണ്ടിലേറെയായി ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇവനാണ്. പോരാത്തതിന് ആഭ്യന്തരമായും അന്തർദേശീയമായും അതിൻ്റെ സാമ്പത്തിക നിക്ഷേപങ്ങളുടെ മേൽനോട്ടം വരെ ഇങ്ങേര് നടത്തുന്നുണ്ട്. നിരവധി സെൻസിറ്റീവ് ദൈനംദിന കാര്യങ്ങളും ഇയാൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സെൻസിറ്റീവ് ദൈനംദിന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള പൊതുജനങ്ങളെ അടിച്ചമർത്തുക, മറ്റു മതകാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നസറുള്ളയെ പോലെ സഫുദ്ദീൻ ഈ പൊതു രാഷ്ട്രീയ സാന്നിധ്യത്തിൽ ഭയങ്കര തീക്ഷ്ണവും വാചാലവുമായിട്ടുള്ള പ്രസംഗങ്ങൾ കൊണ്ട് അവിടെ ഭയങ്കരമായിട്ട് ഈ ഹിസ്ബുള്ള അണികളെ കോരിത്തരിപ്പിച്ചൊരുത്തനാണ്. ഇയാളുടെ പ്രസംഗങ്ങളിൽ ഇയാൾ പറയുന്നത് ഇസ്രായേലി ആക്രമണത്തെ നേരിടാനും പ്രതികരിക്കാനുമുള്ള തൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ചാണ്. ജൂലൈ 13 ഒരു പ്രസംഗത്തിൽ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു: ഇന്നത്തെ പോലെ ഈ ശത്രുവിനെതിരെ പോരാടുകയും നമ്മുടെ രക്തസാക്ഷികളെ അർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ കടമ. എങ്കിൽ അള്ളാഹു നമുക്ക് പലതും നൽകും. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ എല്ലാം ത്യജിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2006 ഇങ്ങനെ ഇതുപോലെ പ്രസംഗിച്ചിട്ടുണ്ട്. അതേ മാസത്തിൽ തന്നെ ഇയാൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്: ഇസ്രായേൽ ശത്രുവിനെതിരായ നിയന്ത്രണങ്ങളോ പരിധികളോ ഇല്ലാതെ ലബനൻ യുദ്ധത്തിൽ ആശങ്കാകുലരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 41,000 ആളുകളെ കൊന്നൊടുക്കിയ ഇസ്രായേൽ ആക്രമണം അവസാനിക്കുന്നതുവരെ ഹിസ്ബുള്ള ഗാസ മുന്നണിയെ പിന്തുണയ്ക്കുന്നത് അവസാനിക്കില്ലെന്ന് നസറുള്ളയെ പോലെ സഫദീൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഗാസയും ഇല്ല, ഹമാസും ഇല്ല, ഹിസ്ബുള്ളയില്ല, സഫദീനാണെങ്കിൽ ഹൂറികളുടെ അടുത്തേക്കും പോയി. സഫദീന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടെഹ്റാനുമായിട്ട് നല്ല ബന്ധമാണ്. ഇയാൾ അവിടെ മതശാസ്ത്രം പഠിക്കാൻ പോയിട്ടുണ്ട് ഇറാനിലെ. അങ്ങനെ മതശാസ്ത്രം ഇയാൾ അവിടെ പഠിക്കാൻ പോയി. അവിടെ ഇയാൾ വർഷങ്ങളോളം അത് പഠിച്ചുകൊണ്ടിരുന്നു. ഇറാനിയൻ്റെ ഖുദ് ഫോഴ്സുമായിട്ട് ഇയാൾക്ക് നല്ല ബന്ധമാണ്. കാരണം അതിൻ്റെ മുൻ കമാൻഡർ ഖാസിം സുലൈമാനി ആയിരുന്നല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്ക തട്ടിക്കളഞ്ഞ. ഈ 2020 അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ മകളായിട്ടുള്ള സൈനപ്പിനെ കെട്ടി അവിടെ തന്നെ ഇയാൾ അങ്ങ് കൂടി. അപ്പോഴാണ് ഇയാൾ ഇങ്ങോട്ട് ഇത് പറയാനായിട്ട്, അതായത് ഈ നസറുള്ളയുടെ വധവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. പാവം ദാമ്പത്യമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ല. 2017 US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ തീവ്രവാദ വിരുദ്ധ കരിമ്പട്ടികയിലും ഇയാളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് US അവന്മാരുടെ ബ്ലാക്ക് ലിസ്റ്റിൽ ഇവനെ തട്ടണം, ഇവനെ തട്ടിയാലേ ലോകത്തിനൊരു സമാധാനം വരൂ എന്ന് US പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കനത്ത വ്യോമാക്രമണമാണ് ലബനനിൽ വീണ്ടും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയുടെ വേരറുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇവന്മാരങ്ങ് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഇപ്പൊ സഫദീനും തട്ടിപ്പോയ സാഹചര്യത്തിൽ ഇനി ആരായിരിക്കും ഇതിന്റെ തലപ്പത്ത് വരുന്നത്? ആര് വന്നാലും അവന്മാര് ചിന്തിക്കും മുമ്പേ ഇസ്രായേൽ തട്ടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.